നമസ്കാരം. ചില ആൾക്കാരുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി ഒരുപാട് നാളുകൾ കഴിഞ്ഞാലും നമ്മുടെ നാവൻ തുമ്പത്ത് തന്നെയുണ്ട്. അത്തരം കൈപുണ്യമുള്ള വ്യക്തികളെ പരിചയപ്പെടുത്തുന്ന മില്ലേനിയം ഹൈപ്പർ മാർക്കറ്റ് ഇഞ്ചിയും പുളിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലെ കണ്ടസ്റ്റന്റ് ഇവിടെ പള്ളുരുത്തി മില്ലേനിയം ഹൈപ്പർ മാർക്കറ്റിൽ വളരെയധികം സന്തോഷത്തോടെ ഓൾറെഡി വന്നെത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ കണ്ടസ്റ്റന്റിനെ പരിചയപ്പെടാം. വെൽക്കം ടു ദ ഷോ സുനു. സുനു, നല്ലൊരു സ്മൈലാണ് സുനുവിൻ്റെത്. അപ്പൊ എന്താണ്, നല്ല എക്സൈറ്റ്മെന്റ് ആണോ തോന്നുന്നത്? ആണ്. അപ്പൊ നമ്മുടെ ഗെയിമിന്റെ റൂളൊക്കെ അറിയാവോ? ടോട്ടൽ എത്ര മിനിറ്റ് ആണ് കിട്ടുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട്? 5 മിനിറ്റ്. എത്ര എമൗണ്ടിനാണ് പർച്ചേസ് ചെയ്യുന്നത്? അപ്പം എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആയിട്ട് അറിയാം. 5 മിനിറ്റ് ആണ് കിട്ടുക. 500 rupees. കറക്റ്റ് 500. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. എന്ത് ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്? നാടൻ ബീഫ്. അപ്പം അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഏകദേശം ഒരു ഐഡിയ ഉണ്ടോ? ഏകദേശം ഐഡിയ ആണോ അതോ കറക്റ്റ് ഐഡിയ ഉണ്ടോ? ലിസ്റ്റ് ഉണ്ടോ കയ്യില്? മനസ്സിലുണ്ട്. അപ്പം എന്തായാലും ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? 5 മിനിറ്റ് സമയമാണ്. ഞങ്ങളിവിടെ ടൈമർ വെച്ച് നോക്കും. കൂടുതൽ സമയമൊന്നും കിട്ടത്തില്ല, നമുക്ക് പോവാം. ഓക്കെ. അപ്പം സുനുവിന്റെ നാടൻ ബീഫിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിക്കാൻ പോവുകയാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ വേഗം എടുത്തോളൂ. പറയുന്ന എന്താണ് എടുക്കാനായിട്ടുള്ളത്? ബീഫ് എടുക്കണം. ബീഫ് എവിടെയാണെന്ന് വേഗം നോക്കിക്കോളൂ. ഒരു കിലോ ആണ് വേണ്ടത്. മൂന്നര മിനിറ്റ് കഴിഞ്ഞു. സുനു, ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വേറെ ഒരു ഇൻഗ്രീഡിയന്റും പ്രൊവൈഡ് ചെയ്യുന്നതല്ല. 1 മിനിറ്റും കൂടി സമയമുണ്ട്. 5 മിനിറ്റ് സമയം എടുത്തിട്ടില്ല. അതിനുള്ളിൽ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തു കഴിഞ്ഞു. ഇനി നമ്മുടെ മെയിൻ കാര്യം, ഒന്ന് എമൗണ്ട് കൂട്ടി നോക്കിക്കേ. ഏകദേശം എത്ര ഉണ്ടാവും? കറക്റ്റ് 500 വേണം. ഓക്കെ ആണോ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബില്ലിങ്ങിലേക്ക് പോകാം. കാരണം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഫിക്സ്. ഇനിയിപ്പൊന്നും പറ്റത്തില്ല. 5 മിനിറ്റ് കഴിഞ്ഞു. ബില്ല് ചെയ്ത് നോക്കാൻ പോവാണ്. 500 രൂപ ഉണ്ടോ നോക്കാം. ചേച്ചി ഒന്ന് വേഗം ബില്ല് ചെയ്ത് തരൂ. മറന്നുപോയി. വേറെ എല്ലാം എടുത്തിട്ടുണ്ട്. പക്ഷേ ടോട്ടൽ എത്രയായി? 480. അപ്പം 20 രൂപയ്ക്ക് ഉപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? അറിയില്ല. ഒരു കാര്യം ചെയ്ത് വേഗം പോയി നോക്കുക. 20 രൂപയ്ക്ക് ഉപ്പ് കിട്ടുകയാണെങ്കിൽ സുനുവിന് ഉപ്പ് എടുക്കാൻ പറ്റും. കറക്റ്റ് 500 ആവണം. 20. ഓക്കെ. സോ അപ്പം കറക്റ്റ് 20 രൂപയ്ക്കുള്ള ഉപ്പാണ് കിട്ടിയിരിക്കുന്നത്. സുനു എല്ലാ ഇൻഗ്രീഡിയൻസും ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിച്ചണിലേക്ക് പോയാലോ? നാടൻ ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇഞ്ചിയും പുളിയുടെ കിച്ചണിലേക്ക് പോവാം. അപ്പൊ സുനുവിന്റെ നാടൻ ബീഫ് കറിക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മളിവിടെ മില്ലേനിയം ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആദ്യം ഉപ്പ് എടുക്കാനായിട്ടൊന്നും മറന്നെങ്കിലും പിന്നീട് അവസാനം ബില്ല് ചെയ്യുന്ന സമയത്ത് കൃത്യം അതിനുള്ള എമൗണ്ട് ബാക്കി വന്നു. സോ അങ്ങനെ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും വാങ്ങിച്ച് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? എന്തായാലും നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബീഫ് തന്നെയാണ്. 1 കിലോ ബീഫാണല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ടത് സവോള. സവോള എത്രയാണ് വേണ്ടത്? 4 സവോള, ഒരു പച്ചക്കായ, പിന്നെ 6-8 ചെറിയ ഉള്ളി, ഏകദേശം ഒരു 10 ചെറിയ ഉള്ളിയുണ്ട്. പിന്നെ നീളത്തിൽ അരിഞ്ഞ മുളക് അല്ലേ, 4 പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക്, മീറ്റ് മസാല, വിനാഗിരി വേണം, തക്കാളി എത്ര എണ്ണം? 2 തക്കാളി, ഉപ്പ്, വെളിച്ചെണ്ണ. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് അല്ലേ? ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ?
ആദ്യം നമ്മൾ ബീഫ് വേവിക്കാൻ പോവാണ്. ബീഫ് മസാല പുരട്ടി നമ്മൾ വേവിക്കാൻ പോവാണ്. മഞ്ഞപ്പൊടിയും ഉപ്പും ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് നമ്മൾ വേവിച്ചെടുക്കും. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം. വെള്ളം ഒഴിച്ചാണോ ചെയ്യുന്നത്? അതെ, വെള്ളം ഒഴിച്ച്. ഓക്കെ. വെള്ളം ഇപ്പോൾ ഒഴിക്കുന്നുണ്ടോ അതോ മസാല ഇട്ടിട്ടാണോ? പൊടി ഇട്ട് ഒന്ന് ആദ്യം പൊടിയാണ്. മഞ്ഞപ്പൊടി കുറച്ച്. മഞ്ഞപ്പൊടി എത്രയാണ് വേണ്ടേ? കുറച്ച് ആവശ്യത്തിന് മതി, ഒരു ഇച്ചിരി മതി. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മതി മഞ്ഞപ്പൊടി. മഞ്ഞളിൽ ഒരു കുത്ത് വരും. മഞ്ഞളിൽ കുത്ത് വരാൻ സാധ്യതയുണ്ട്. സോൾട്ട് ആവശ്യത്തിന്. മഞ്ഞപ്പൊടി നമ്മൾ 1/4 ടീസ്പൂണാണ് ഇട്ടത്. സോൾട്ട് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത ഏതാ വേണ്ട? ഗാർലിക് പേസ്റ്റ്. ജിഞ്ചറും ഉണ്ട് അല്ലേ? ജിഞ്ചറും ഗാർലിക്കും കൂടി പേസ്റ്റ് ആയിട്ട് വെച്ചേക്കുന്നതാണ്. അത് ഏകദേശം ഒരു 3/4 ടീസ്പൂൺ വരും അല്ലേ? ഓക്കെ, 3/4 ടീസ്പൂൺ. പച്ചമുളക് ഫുള്ളിടാനായിട്ടാണോ? അപ്പം 4 എണ്ണം നീളത്തിൽ അരഞ്ഞേക്കുന്നതാണ്. ഇതൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് കുരുമുളകും ചേർക്കുകയാണല്ലേ? കുറച്ച് ബീഫിലും കൂടെ പിടിച്ചു നോക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും കൂടി ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷമാണ് വെള്ളം ആഡ് ചെയ്യുന്നത്. വെള്ളം നമ്മൾ ആവശ്യത്തിന് ആഡ് ചെയ്യണം അല്ലേ? ജസ്റ്റ് ഒന്ന് ബീഫ് കവർ ചെയ്യാനായിട്ടുള്ള ലെവലിലാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇത് ഒരു 3 വിസിൽ. അത് കഴിഞ്ഞിട്ട് പച്ചക്കായ നമ്മൾ ഇടും. അത് 4ാമത്തെ വിസിലാണ്. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഇപ്പുറത്ത് നമ്മൾ ഗ്രേവി. ഓക്കെ, അപ്പോൾ 3 വിസിൽ വരുന്ന വരെ നമുക്ക് അപ്പുറത്തെ സൈഡിൽ വേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ? അത് കഴിഞ്ഞിട്ട് 4ാമത്തെ വിസിൽ വരുമ്പോഴാണ് കായ ആഡ് ചെയ്യേണ്ടത്. ഇത് മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത്? അതെ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് 3 വിസിൽ കേൾക്കുന്ന വരെ വേവിക്കണം അല്ലേ? അത് കഴിഞ്ഞിട്ട് 4ാമത്തെ വിസിലാണ് നമ്മൾ പച്ചക്കായ. ഓക്കെ, നമുക്ക് ഒന്ന് പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഉള്ളി വഴറ്റിയെടുക്കാനായിട്ടുള്ള ഒരു എണ്ണയാണല്ലേ? ചൂടായിട്ടുണ്ട്. നമുക്ക് സവോള മുഴുവനായിട്ട് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഞെരടി മീൻസ് ചെറുതായിട്ടൊന്ന് ഞെരടിയിട്ടാണ്. അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്? വേഗം ഒന്ന് വാടി കിട്ടും. പെട്ടെന്ന് വാടി കിട്ടാനായിട്ടുള്ളൊരു ടിപ്പാണ്. ചെറുതായിട്ട് കൈ കൊണ്ടൊന്ന് ഞെരടിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഓൾറെഡി നല്ല തിന്നായിട്ടാണ് സുനിയുടെ അരിഞ്ഞ് വെച്ചേക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒന്നുകൂടെ ഒന്ന് ഞെരടിയിട്ടാണ് നമ്മൾ പാനിലേക്ക് ഇടുന്നത്. അപ്പം എന്തായാലും വേഗം വെന്ത് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? ഉപ്പും ഇതേപോലെ വേഗം വെന്ത് കിട്ടാൻ വേണ്ടി ചെയ്യുന്നൊരു ടിപ്പാണ്. ഒത്തിരി ഇടേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പോൾ ചെറിയുള്ളി നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. ഇത് സവോള മാത്രമാണ്. ബ്രൗൺ ആവാൻ വെക്കുന്ന ടൈമിൽ നമുക്ക് ഉള്ളി അടിച്ചാണ് ഇടുന്നത്. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴണ്ടിട്ടുണ്ടല്ലേ? ഇനി ഇതിലേക്ക് എന്താണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്? ഇപ്പോൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം. തക്കാളി ഇപ്പം തന്നെ ഇടാവോ അതോ എന്തായാലും മുഴുവൻ ഇട്ട് കൊടുക്കാം അല്ലേ? ഈ വഴണ്ട ഉള്ളിയിലേക്ക് നമ്മൾ തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തേക്കാണ്. ആ തക്കാളിയുടെ ഒരു പച്ച സ്മെല്ലൊന്ന് മാറും. നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ടല്ലേ? ഇനി നമുക്ക് സോട്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ കുറച്ച് ഇതിൻ്റെ അകത്ത് കുറച്ചിട്ടിട്ടുണ്ട്. അതും കൂടെ അത് ഇച്ചിരി ഇതിലേക്ക്, അതായത് തക്കാളിയിലേക്ക് ഉള്ളിയിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇടുകയാണ്. ഏകദേശം എത്ര ഇടേണ്ടി വരും? ഒരു 1/4 ടീസ്പൂൺ. 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഓൾറെഡി വെന്തിരിക്കുന്ന ഉള്ളിയിലേക്കും തക്കാളിയിലേക്കും ആഡ് ചെയ്യുകയാണ്. നമ്മുടെ ബീഫ് അവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അല്ലേ? കായ ഇടാനായിട്ടുള്ള സമയം അയക്കുവാണ്. നമ്മുടെ ബീഫ് തുറന്ന് നോക്കുമ്പോൾ വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പച്ചക്കായ ഇടും. ഇപ്പോൾ ഒരു പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലാസൊക്കെ ആഡ് ചെയ്യാം. ഏതാണ് ആദ്യം ഇടുന്നത്? മഞ്ഞപ്പൊടി തന്നെ. എത്ര വേണം? ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. കാരണം മതിയാവും. അതെ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തേക്കാണ്. അപ്പോൾ ഓൾറെഡി ബീഫിൽ നമ്മൾ മസാല ഒക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് അധികം മസാല ഇവിടെ ഈ മസാലയ്ക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഉള്ളിയിലേക്കും തക്കാളിയിലേക്കും അധികം ഇടേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് മുളക് പൊടി ലാസ്റ്റ് ഇടാം, അല്ലെങ്കിൽ വേഗം ഒരുങ്ങും. ഇനി ബീഫ് മസാല, മല്ലിപ്പൊടി, ഗരം മസാല ഇപ്പോൾ ഇടേണ്ട ആവശ്യമില്ല. മല്ലിപ്പൊടി 2 ടീസ്പൂൺ. മല്ലിപ്പൊടി 2 ടീസ്പൂൺ വേണ്ടി വരും. ഒന്ന് ഫുള്ളാക്കി ഇട്ടിട്ടോ? ഫുള്ളാക്കി. ഓക്കെ, അപ്പം മല്ലിപ്പൊടിയുടെ കാര്യത്തിൽ നമ്മൾ പിശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് ഇനി വേണ്ടത് മീറ്റ് മസാല. മീറ്റ് മസാല എത്ര വേണ്ടി വരും?
അത് രണ്ടും. മീറ്റ് മസാലയും 2 ടീസ്പൂൺ തന്നെയാണ് വേണ്ടത്. ഓക്കെ, 2 ടീസ്പൂൺ മീറ്റ് മസാല കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇപ്പം നല്ല ഒരു മസാലയുടെ മണം വരുന്നുണ്ട്. ഇനി കുറച്ച് നേരം ഇട്ട് വേവിക്കണം അല്ലേ? ഒരു പച്ച മണം ഒന്ന് പോയി കിട്ടിയിട്ട് ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം അല്ലേ? മൊത്തത്തിൽ കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷാണെന്ന് തോന്നുന്നു. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി ലാസ്റ്റ് പെപ്പർ ഉണ്ട്. അപ്പോൾ എരിവ് നോക്കിയിട്ട് അവസാനം പെപ്പർ ഇട്ട് കൊടുത്താൽ മതി. ഇനി മസാലയുടെ ആ ഒരു പച്ച മണം പോയി കിട്ടുന്നവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. കുറച്ചും കൂടെ ഒന്ന് എണ്ണ ആഡ് ചെയ്തിട്ട് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ചെറിയ ഉള്ളിയാണ് ഇനി നമ്മൾ ഈ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് അല്ലേ? അപ്പോൾ ഒരു ചെറിയ ഡ്രോപ്പ് ഓഫ് മതി. ഓക്കെ, അപ്പോൾ കുറച്ച് എണ്ണ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി. മിക്സിയിലിട്ട് നമ്മൾ അരച്ച ചെറിയ ഉള്ളിയാണ്. തീരെ പേസ്റ്റ് ആയിട്ട് അരച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തെന്ന് പറയാം അല്ലേ? അധികം സമയം എടുക്കില്ലായിരിക്കും. വേഗം തന്നെ ചെറിയ ഉള്ളി വെന്ത് കിട്ടും. ഇതൊന്ന് സിമ്മിലാക്കി വെച്ചിട്ട് ബീഫ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഒരു 3 വിസിൽ വന്നിട്ടുണ്ടാവും. ഇനി ഇത് പച്ചക്കായ ഇട്ട് കൊടുക്കണം. വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കായ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്താണ് അവസ്ഥ ബീഫിന്റെ? വെന്തിട്ടുണ്ട്. പച്ചക്കായം കൂടി ഇടുമ്പോൾ ഒരു കറക്റ്റ് വേവ് വരും. അപ്പൊ നമുക്ക് ഈ പച്ചക്കായ മുഴുവൻ ഇട്ട് കൊടുക്കാം അല്ലേ? അപ്പം ബീഫ് വെന്തിട്ടുണ്ട്. 3 വിസിലാണ് ഓൾറെഡി അടിച്ചത് അല്ലേ? നമ്മൾ കായ ഇട്ടിട്ടുണ്ട്. ഇനി എത്ര വിസിൽ വേണ്ടി വരും? ഒറ്റ വിസിൽ മതി. ഈ ഒരു പച്ചക്കായ വേകാനുള്ള ഒരു വിസിൽ മതി. അപ്പൊ കായ വേവാനായിട്ടുള്ള സമയം കൂടി മതി. ഒരു വിസിലും കൂടി അടിച്ച് കഴിയുമ്പോഴത്തേക്ക് സംഭവം റെഡിയാവും. വെന്തിട്ടുണ്ടോ? നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അല്ലേ? ഇനി നമ്മൾ ബീഫും കായയും കൂടി ഈ ഒരു ഉള്ളിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെള്ളം അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം ബീഫും കായയായിട്ടാണ് മെയിനായിട്ട് ആഡ് ചെയ്യുന്നത്. വെള്ളം നമ്മൾ അങ്ങനെ അധികം ഒഴിക്കുന്നില്ല. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലേ? ഈ വിനേഗിരി നമ്മൾ എപ്പോഴാണ് ആഡ് ചെയ്യുന്നത്? മിക്സ് ആയി കഴിഞ്ഞു ഇപ്പം തന്നെ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, വെള്ളം വേണമെന്നാണെങ്കിൽ നമുക്ക് ഈ ഒരു വെള്ളം തന്നെ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ കുറച്ചും കൂടി ഗ്രേവി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അല്ലേ? അപ്പം നമ്മൾ അധികം ഗ്രേവി ഇല്ലാതാണല്ലോ ഇവിടെ ഉണ്ടാക്കുന്നത്. ചെറിയൊരു ഗ്രേവി മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് ശരിക്കും മസാല എല്ലാം ഉള്ള വെള്ളം തന്നെയാണ് അല്ലേ? അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് കുറച്ച് വിനാഗിരി ആഡ് ചെയ്തു. ചെറിയ ഇത്ര മതി. കുറച്ച് വിനാഗിരി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. 2 ടീസ്പൂൺ ഉണ്ടാവും അല്ലേ? ഏകദേശം ഒരു 2 ടീസ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനി നമ്മൾ ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഗരം മസാല അല്ലേ? ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം. എരിവൊക്കെ നോക്കിയിട്ട് ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? കാരണം ഓൾറെഡി നമ്മൾ എല്ലാ മസാലകളും ആഡ് ചെയ്തിട്ടാണ് ഇത് കുക്ക് ചെയ്തത്. ഇപ്പോൾ കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ ഇങ്ങനെ എടുത്തു വരുന്നുണ്ട്. കുറച്ച് ആ പച്ച വെളിച്ചെണ്ണ ഒന്ന് തൂക്കിട്ട് ഓഫ് ചെയ്യും. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാൻ വേണ്ടിയാണോ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നത്? ഒന്ന് ഒഴിച്ചിട്ട് നമ്മൾ ഈ ലീഫെല്ലാം ഒന്നിട്ടിട്ട് ഒന്ന് മൂടി വെക്കും. അപ്പോൾ അടുത്ത നമ്മുടെ സ്റ്റെപ്പ് ഈ ഒരു കറിവേപ്പിലയും അതേപോലെ മല്ലിയിലയും ആഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് അതിന് തൊട്ട് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ മുകളിലൊന്ന് തൂക്കി കൊടുക്കുന്നത്.
ഈ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കണം. അത് കഴിഞ്ഞാൽ സംഭവം റെഡി. അപ്പോൾ സുനുവിൻ്റെ നാടൻ ബീഫ് കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അത് കഴിക്കാൻ വേണ്ടി ഞാനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും നമുക്ക് ചെയ്യാനായിട്ടുണ്ടോ? ഇനി ഒന്നുമില്ല. ഇനി ഒന്ന് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്താൽ മാത്രമേ. ഓക്കെ. ഹൈപ്പർ മാർക്കറ്റിന്റെ ഷോപ്പിംഗ് വൗച്ചർ കിട്ടുമോ ഇല്ലയോ എന്ന് ഞാനിത് ടേസ്റ്റ് ചെയ്തതിന് ശേഷം പറയുന്നതായിരിക്കും. അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിയിലയിട്ട് ഗാർണിഷ് ചെയ്യാം അല്ലേ? ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഞാൻ. സുനു എന്ത് തോന്നുന്നു? നല്ലതായിരിക്കോ? നല്ലതായിരിക്കണല്ലേ? നോക്കാം. ചിരി മുഖത്ത്. ഞാൻ എന്ത് പറയുന്നുള്ള ആകാംക്ഷയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഫ്ലേവേഴ്സ് എല്ലാം നന്നായിട്ട് വരുന്നുണ്ട്. ഇച്ചിരി സ്പൈസിയാണ്, പക്ഷെ ഒരു നല്ല സ്പൈസിയാണ്. നമ്മുടെ നാടൻ ബീഫ് കറി ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്പൈസി ആയിട്ടിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു അല്ലേ? നന്നായിട്ട് ഫ്ലേവേഴ്സ് എല്ലാം വരുന്നുണ്ട്. കുറേ നാൾ കൂടിയാണ് ശരിക്കും ഞാൻ ഇത്രയും ടേസ്റ്റ് ഉള്ളൊരു ബീഫ് കഴിക്കണം. നല്ല തനി നാടൻ ബീഫ്, നമ്മുടെ കായും ഒക്കെ ഇട്ടുണ്ടാക്കിയേക്കുന്ന നല്ല ബീഫ്. സോ മച്ച് ഫോർ കമ്മിങ് ഓൺ അവർ ഷോ. സുനു ഇന്ന് ഇവിടെ വന്നതുപോലെ നിങ്ങൾക്കും ഇഞ്ചിയും പൊടിയിൽ വരാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് വാട്സാപ്പ് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് കാണുന്നതിന് വേണ്ടി മില്ലേനിയം ഹൈപ്പർ മാർക്കറ്റിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത എപ്പിസോഡ് നല്ലൊരു കണ്ടസ്റ്റന്റുമായി നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.